എല്ലാവർക്കും ലക്ഷ്മിക്കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഞൊടിയിടയിൽ കംഫർട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിന്ന് കഞ്ഞിവെള്ളം കൊണ്ടാണ് കേട്ടോ കംഫർട്ട് തയ്യാറാക്കണേ. കടയിൽ നിന്നും വാങ്ങുന്നത് പോലെയുള്ള കംഫർട്ട് നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. ഇനി ആരും തന്നെ കഞ്ഞിവെള്ളം കളയരുത്. ഒട്ടും ചിലവില്ലാതെ കംഫർട്ട് വീട്ടിൽ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ കുപ്പിയുടെ താഴെ അടിഞ്ഞിട്ടുള്ള കൊഴുത്ത ദ്രാവകമാണ് കേട്ടോ വേണ്ടത്. ഇത് കണ്ടോ, ഇത് ഞാൻ ഇതൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. കഞ്ഞിവെള്ളം തുണികളെ സ്റ്റിഫാക്കി മാറ്റാൻ സഹായിക്കുന്നു. വറ്റി വരുന്നുണ്ടേ. ഇത്രയും മതിയാകും. അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച ശേഷം ഞാൻ ഇതിലേക്ക് 3 സ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനിഗർ തുണികളിലെ അഴുക്കും കറയും എല്ലാം പോകാൻ സഹായിക്കുന്നു. ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് റോസിൻ്റെ എസൻഷ്യൽ ഓയിൽ 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ ഗ്ലിസറിൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 2 എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഗ്ലിസറിൻ തുണികളെ നല്ല സോഫ്റ്റാക്കി മാറ്റാൻ സഹായിക്കുന്നു. കടയിൽ നിന്ന് വാങ്ങുന്ന കംഫർട്ട് കളർഫുൾ അല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, കളർഫുൾ കംഫർട്ട് തയ്യാർ. കടയിൽ നിന്ന് വാങ്ങിയ കംഫർട്ടിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഞാനിത് നിറച്ച് കൊടുക്കണേ. 210 മില്ലി കംഫർട്ടിന് 58 രൂപ. ഈ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോരം ഉണ്ടാക്കാം അല്ലേ നമുക്ക്. ഇതിപ്പോൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ കംഫർട്ട് ഉണ്ടാക്കിയെടുത്തില്ലേ. കോൺഫ്ലവറിന് പകരം നമ്മൾ കഞ്ഞിവെള്ളം ചേർത്തു, അത്ര തന്നെ. പിന്നെ 2-3 ചേരുവകൾ മാത്രം ചേർത്താൽ മതിയല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഈ ബോട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ചിരട്ടയിലൂടെയാണ് കേട്ടോ കംഫർട്ട് ഒഴിച്ചു കൊടുക്കണേ. നന്നായിട്ടില്ലേ? അപ്പോൾ സ്പൂണിൽ കോരി ഒഴിക്കണ്ടല്ലോ. നിറഞ്ഞു. അടയ്ക്കാം. പണ്ട് കാലത്ത് കഞ്ഞിവെള്ളത്തിലല്ലേ തുണികൾ മുക്കി പിഴിഞ്ഞ് ഉണക്കിയെടുത്തിരുന്നത്. കഞ്ഞിവെള്ളം വെറുതെ കളയാതെ നമുക്ക് ഉപകാരമായല്ലേ. ഞാനിനി കംഫർട്ട് ഒഴിച്ച വെള്ളത്തിൽ തോർത്തൊന്ന് മുക്കി കാണിക്കാം. വലിയ സ്പൂണല്ലേ, 1 സ്പൂൺ മതിയാകും. ഇത് ഇരിക്കും തോറും കുറുകി വരും കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ ഉണ്ടാവും. നല്ല റോസ് പൂവിൻ്റെ സ്മെല്ല് കേട്ടോ. നമ്മൾ റോസിൻ്റെ എസൻഷ്യൽ ഓയിലല്ലേ ഒഴിച്ചേ, അതുകൊണ്ടാണ്. കണ്ടോ, ഒട്ടും തന്നെ കളറൊന്നും തോർത്തിൽ പിടിച്ചിട്ടില്ല കേട്ടോ. ഈ കംഫർട്ട് 2 മാസത്തോളം കേടാകാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത്. നമ്മൾ കേടാകാതെ ഇരിക്കാൻ കെമിക്കലൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ശരി, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.
അമ്മയ്ക്ക് നീ തരും